നമസ്കാരം. ഇറാനുമായുള്ള യുഎസിന്റെ ശത്രുത ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ അവസാനിച്ചുവെന്നും അതിനാൽ ഇറാൻ യുദ്ധം തുടരുന്നതിൽ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് ട്രംപ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. യുഎസിലെ വാർ പവേഴ്സ് ആക്ട് അനുസരിച്ച് ഒരു രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടി ആരംഭിക്കുന്നതിനെ കുറിച്ച് നിയമനിർമ്മാതാക്കൾക്ക് അറിയിപ്പ് ലഭിച്ച് 60 ദിവസത്തിനകം യുഎസ് കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കണം. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം വെടിനിർത്തലിലൂടെ അവസാനിച്ചുവെന്നും ഏപ്രിൽ 7-നു ശേഷം ഇറാനിൽ നേരിട്ടുള്ള സൈനിക നടപടികളൊന്നും നടക്കാത്തതിനാൽ കോൺഗ്രസിന്റെ അനുമതി തേടേണ്ട ആവശ്യമില്ല എന്നാണ് ട്രംപിന്റെ വാദം. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുവാനും സ്ഥിരമായ സമാധാന കരാറിലെത്തുവാനുമുള്ള ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന എത്തിയത്. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെ കുറിച്ച് യുഎസ് സെൻട്രൽ കമാൻഡർ തലവൻ ബ്രാഡ് കൂപ്പർ വ്യാഴാഴ്ച ട്രംപിന് വിശദീകരണം നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ രണ്ട് ഉപാധികളാണ് യുഎസിന് മുന്നിലുള്ളതെന്നും ഇതിൽ രണ്ടാമത്തേത് സ്വീകരിക്കാമാണ് താല്പര്യമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്.